ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ഈശോയെ ആരാധന, പരിശുദ്ധനേ ആരാധന. കർത്താവേ, സൃഷ്ടാവേ, പരിപാലകനെ, നിനക്കാരാധന. ഈശോയെ, തെഹില്ല ആരാധനയുടെ മറ്റൊരു ദിവസം കൂടി. നിന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തെ ധ്യാനിക്കുവാനുള്ള ഞങ്ങളുടെ ഒരുക്കത്തിൻ്റെ ഈ യാത്ര ഒരു ദിവസം കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. കർത്താവേ, ഈ കാലങ്ങളിൽ, ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് പേരിലൂടെ ഞങ്ങൾക്ക് ദൈവാനുഭവം, ദൈവവചനം പങ്കുവെച്ച് ലഭിക്കുവാൻ നീ നൽകുന്ന എല്ലാ അവസരങ്ങളെയോർത്ത് കർത്താവേ നിനക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പരിമിതികളുടെ ഈ കാലത്ത് നവമാധ്യമങ്ങളിലൂടെയൊക്കെയും ദൈവവചന പ്രഘോഷണം, സത്ചിന്തകൾ, കർത്താവേ നിൻ്റെ സുവിശേഷം ഞങ്ങളിലേക്ക് എത്തുമ്പോൾ കൃതജ്ഞതയോടെ നിൻ്റെ സന്നിധിയിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ആരാധന, സ്തുതി, മഹത്വങ്ങൾ കരേറ്റുകയാണ്. ഒരുപാട് വിലക്കുകളുടെയും പരിമിതികളുടെയും കാലഘട്ടത്തിലും നിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിനെ ഓർത്ത്, നിന്നെ ആരാധിക്കാൻ ഇങ്ങനെയും ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, ഇന്നത്തെ തെഹില്ല ആരാധനയിൽ തിരുസന്നിധിയിലിരുന്ന് ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന പീഠാനുഭവ രംഗം, നിന്നെ വിധിക്കുവാൻ തയ്യാറായി പീലാത്തോസ് അയാളുടെ അരമനയിൽ, അയാളുടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ ഭാര്യ പീലാത്തോസിൻ്റെ പക്കലേക്ക് ഒരു കുറിപ്പ് കൊടുത്തുവിടുന്ന ഭാഗം. ആ കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആ നീതിമാനെ ഓർത്ത് ഞാൻ ഏറെ ക്ലേശമനുഭവിക്കുന്നു. എൻ്റെ സ്വപ്നത്തിൽ പോലും ആ നീതിമാനെ ഓർത്ത് ഞാൻ നൊമ്പരപ്പെടുന്നു. കർത്താവേ, അതങ്ങനെയാണല്ലോ. ഈശോയെ, നിനക്കെതിരെ വിധിവാക്യം ഉച്ചരിക്കുന്നതും നിന്നെ കൊലക്കളത്തിലേക്ക് പറഞ്ഞുവിടുന്നതും നിന്റെ കുരിശുമരണത്തിന് കാരണക്കാരനാകുന്നതും ഒക്കെ പീലാത്തോസാണ്. പക്ഷേ ഉറക്കം നഷ്ടപ്പെടുന്നത് അയാളുടെ ഭാര്യയ്ക്ക്. ഇന്നും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കർത്താവേ. ഒരാളുടെ തെറ്റ് മറ്റൊരാളുടെ ഉറക്കം കളയുകയാണ്, മറ്റൊരാളുടെ സ്വസ്ഥത കവർന്നെടുക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെയും ഭർത്താവ് നിന്റെ വഴിയിൽ നിന്നും മാറി നടക്കുമ്പോൾ നൊമ്പരപ്പെടുന്നത്, ഉറക്കം നഷ്ടപ്പെടുന്നത്, സമാധാനവും സ്വസ്ഥതയും പോകുന്നത് പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയുടേതാകാം. മക്കൾ കിടറിപ്പോകുമ്പോൾ നൊമ്പരപ്പെടുന്നത് മാതാപിതാക്കളാകാം.
ഇനി തിരിച്ചും മാതാപിതാക്കൾ വീണു പോകുമ്പോൾ പാപവഴികളിലേക്ക് യാതൊരു കൂസലുമില്ലാതെ നടന്നു ചെല്ലുമ്പോൾ വിഷമിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കർത്താവേ, ഒരാളുടെ തെറ്റുകൾ, ഒരാളുടെ വീഴ്ചകൾ, ഒരാളുടെ ദൈവനിഷേധങ്ങൾ മറ്റാരുടെയൊക്കെയോ ഉറക്കം കളയുകയാണല്ലോ. ഈശോയെ, എൻ്റെ ഉറക്കവും നഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ, ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരാൾ, അയാൾ ഈശോയെ നിന്നിൽ നിന്ന് അകലുമ്പോൾ, നിന്നിൽ നിന്നും അകന്നു പോകാൻ, നിന്റെ സഭയിൽ നിന്ന് അകന്നു പോകാൻ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ, പുണ്യമെന്ന് കരുതി വിശ്വസിച്ച് നമ്മൾ ആരാധിക്കുന്നതിനെ, ശ്രേഷ്ഠമായി കരുതുന്നതിനെ നിസ്സാരമായി തള്ളിക്കളയുമ്പോൾ, കർത്താവെ, ഞാനും നൊമ്പരപ്പെടുകയാണ്. പീലാത്തോസിൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ ഉറക്കവും നഷ്ടപ്പെടുകയാണ്. അതെൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, എൻ്റെ കൂടപ്പിറപ്പിനെക്കുറിച്ചാകാം, എൻ്റെ മക്കളെക്കുറിച്ചാകാം, എൻ്റെ സുഹൃത്തിനെക്കുറിച്ചാകാം. ഈശോയെ, അവരെയൊക്കെയും തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒപ്പം കർത്താവേ, ഞാൻ കാരണം മറ്റൊരാളുടെ ഉറക്കം, സമാധാനം നഷ്ടപ്പെടാതിരിക്കട്ടെ. എനിക്ക് ആ തിരിച്ചറിവുണ്ടാകട്ടെ. എൻ്റെ പാപം എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. എൻ്റെ പാപം എന്നെ മാത്രം ബാധിക്കുന്ന എൻ്റെ സ്വകാര്യത അല്ല. എൻ്റെ വീഴ്ച ഒരു പക്ഷെ എന്നേക്കാളേറെ തകർത്ത് കളയും എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്നവരെ. അവരുടെ സമാധാനം നഷ്ടപ്പെടും. കർത്താവേ, ഞാൻ കാരണം ഒരാളുടെയും സ്വസ്ഥതയും സമാധാനവും നിദ്രയും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈശോയെ, ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ഇടറാതെ കാക്കണമേ. ഈശോയെ, ഞാൻ കാരണം മറ്റൊരാളുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ, നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ, നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ.